നിങ്ങൾ ഈ നെറ്റ് എക്സാമിനേഷന് പ്രിപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പലരും എഴുതിയിട്ടില്ല. അപ്പൊ എഴുതാത്ത ആൾക്കാർ എഴുതാത്തതിന്റെ പല റീസൺസ് ഉണ്ടായിരിക്കും. പക്ഷെ എഴുതുന്ന ആൾക്കാർ അല്ലെങ്കിൽ എഴുതിയ ആൾക്കാർ നിങ്ങൾ പലപ്പോഴും പല പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ടാവും. നിങ്ങൾ പ്രിപ്പറേഷന്റെ സമയത്ത് നേരിടുന്ന പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടുകൾ ഒന്നിവിടെ കൊമന്റ് ആയിട്ട് രേഖപ്പെടുത്തുവാണെങ്കിൽ ഐ ട്രൈ ടു അഡ്രസ് ദാറ്റ് വൺ. എങ്ങനെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് അതിനെക്കുറിച്ച് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഞാൻ ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ടുള്ള മെത്തേഡ് പറഞ്ഞുതരും. ഒരു പക്ഷെ നിങ്ങളിപ്പോ ഇന്ന വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാകും, അല്ലെങ്കിൽ ഇത്ര സമയം മാത്രമേ എനിക്ക് സാർ പഠിക്കാൻ കിട്ടുന്നു എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ അങ്ങനത്തെ ആൾക്കാരോടൊക്കെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ പ്രധാനപ്പെട്ട പ്രിപ്പറേഷനിലെ ഇഷ്യൂസ് ഒന്നും ഇവിടെ കൊമന്റ് ചെയ്യും. ആ ഇഷ്യൂസിനെ അഡ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെന്റർ എന്ന രീതിയിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാൻ ശ്രമിക്കാം. പ്ലീസ്, ഐ എം വെയിറ്റിംഗ് ഫോർ യുവർ കൊമന്റ്സ്. എന്നിട്ട് ഞാൻ അതിനനുസരിച്ച് റിപ്ലൈ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓരോന്നും എടുത്തും കൃത്യമായിട്ട് പറഞ്ഞുതരാം എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഒരു ഇഷ്യൂ പറഞ്ഞിരിക്കുന്നത് നോ പ്രോപ്പർ റിവിഷൻ എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ഓരോന്ന് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ ഓരോന്ന് പറയുന്നുണ്ട്. നോ പ്രോപ്പർ ഡിവിഷൻ എന്നുള്ളതാണ്. നിങ്ങൾ നോക്കിക്കേ, ഈ പ്രോപ്പർ റിവിഷൻ ഇല്ലാത്തത് നെറ്റ് എക്സാമിനേഷൻ കിട്ടുന്നതിലോട്ടുള്ള ഏറ്റവും വലിയൊരു പ്രോബ്ലം. കോണ്ടന്റ് ചിലപ്പോൾ നമുക്കറിയാം, പക്ഷെ റിവിഷൻ അല്ലെങ്കിൽ നമുക്ക് കോണ്ടന്റിന്റെ സ്ട്രെങ്ത് അറിയില്ല, നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല, റീടെൻഷൻ പവർ ഉണ്ടാവില്ല. അപ്പൊ അത് നമുക്ക് റിഫ്ലക്ട് ചെയ്യില്ല. പരീക്ഷയ്ക്ക് നമ്മൾ ചിലപ്പോൾ ഈ ടോപ്പിക് കേട്ടിട്ടുണ്ടാവും, പക്ഷെ ആൻസറിലോട്ട് എത്താൻ പറ്റില്ല. ഇതാണ് ഇഷ്യൂ. ഇഷ്യൂവിനെ അഡ്രസ് ചെയ്യാനുള്ള ഏറ്റവും നല്ല വഴി, കൃത്യമായിട്ട് കേട്ടോളൂ, നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയം ഒരു പക്ഷേ ഒരു ദിവസം കിട്ടുന്നത് ക്ലാസ് റൂമിന്റെ 1 മണിക്കൂറിന്റെ സെഷൻ ഉണ്ടായേക്കാം, പേപ്പർ 1ഉം ഹിസ്റ്ററിക്കായിട്ട്. അതേ സമയത്ത് നിങ്ങൾ അല്ലാതെ നിങ്ങൾക്ക് കിട്ടുന്ന 1-2 മണിക്കൂർ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് എല്ലാ ദിവസവും നിങ്ങൾക്ക് ഒരു 3 മണിക്കൂർ കിട്ടുന്ന ആളാണോ എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 1 മണിക്കൂർ ആദ്യം നിങ്ങൾ റിവൈസ് ചെയ്തിട്ട് തുടങ്ങുക. ശേഷം ക്ലാസ് റൂമിൽ അറ്റൻഡ് ചെയ്യുക. ശേഷം ആ ക്ലാസ് റൂമിൽ എടുത്ത ഭാഗങ്ങൾ ഒന്ന് വീണ്ടും പഠിക്കുക. ഇതാണ് ചെയ്യേണ്ടത്. 3 മണിക്കൂർ കിട്ടുന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ ലൈവിൽ പോകുന്നുണ്ടെങ്കിൽ ബാക്കി 2 മണിക്കൂർ നിങ്ങളുടെ കയ്യിലാണുണ്ടെങ്കിൽ 1 മണിക്കൂർ നിങ്ങൾ റിവിഷന് വേണ്ടി ഫിക്സ് ചെയ്യേ. ഇത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ അറിയിക്കേ. ഈ ഒരാഴ്ചത്തെ ഒരു പ്രോഗ്രസ് നിങ്ങൾ എന്നെ അറിയിക്കേ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? എന്നാൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇതുകൊണ്ട് ഉപകാരം ഉണ്ടാവും. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇൻഡിവിജ്വൽ ടൈം ടേബിൾ നിങ്ങൾക്കേ അറിയുള്ളൂ, അല്ലേ? നിങ്ങളുടെ പല ബാക്ക്ഗ്രൗണ്ട്, പല സാഹചര്യം, ഏത് സമയത്ത് പഠിക്കുന്നു, ഏത് സമയത്ത് ഉറങ്ങുന്നു, എണീക്കുന്നു ഒക്കെ നിങ്ങൾക്ക് അറിയുള്ളൂ. അപ്പൊ ഉള്ള സമയത്ത് നിങ്ങൾ എങ്ങനെ അലൈൻ ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ നിങ്ങളെ തന്നെ കണ്ടെത്താനുള്ള ശ്രമമാണ്. ആ ഒരു എഫേർട്ടിനെ നിങ്ങൾ റെസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ഇതാണ് അതിന് റിവിഷനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. പിന്നെ വേറെ ആൾ പറഞ്ഞത്, സാർ എനിക്ക് നൈറ്റ് മാത്രമാണ് പഠിക്കാൻ സമയം കിട്ടുന്നുള്ളൂ. സ്വാഭാവികമാണ്, നമുക്ക് ചിലപ്പം നൈറ്റ് മാത്രമായിരിക്കും പഠിക്കാൻ ചിലപ്പം സമയം കിട്ടുന്നത്. ഓക്കെ, അത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാല് നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ പലപ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ ആയിട്ടുള്ള പല എക്സ്ക്യൂസുകളോ അല്ലെങ്കിൽ എക്സ്ക്യൂസ് ഇൻ ദ സെൻസ് നിങ്ങൾക്ക് എൻഗേജ്മെന്റുകൾ പലതും ഉണ്ടായേക്കാം, അല്ലെ? അപ്പൊ നൈറ്റ് മാത്രമുള്ള ആൾക്കാർ ഇത്ര കുറച്ച് സമയം മാറ്റി വെക്കുക ലൈവ് ക്ലാസ്സസിനും പ്ലസ് റിവിഷനും വേണ്ടി. സിസ്റ്റമാറ്റിക് സ്റ്റഡി ഇല്ല. സിസ്റ്റമാറ്റിക് സ്റ്റഡി ഇല്ലാത്തതിന്റെ പ്രശ്നം സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഷെഡ്യൂൾ ഇല്ലാത്തത്. ആ ഷെഡ്യൂൾ ഞാൻ തരുന്നുണ്ട്. അപ്പൊ ഷെഡ്യൂൾ അനുസരിച്ച് ഫോളോ ചെയ്യാന്നുള്ളതാണ്. ഞാൻ നിങ്ങൾക്ക് ആ ഷെഡ്യൂളിനെ കുറിച്ചുള്ള ഒരു ബ്രീഫ് ഐഡിയ ഇന്ന് പറഞ്ഞു തന്നു. അപ്പൊ നിങ്ങൾ അത് പ്രിന്റ് എടുത്തതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ലെവലിലോട്ട് അത് കൊണ്ടുപോകാം. ഡെയിലി റിവിഷൻ പ്ലസ് PYQ പ്രാക്ടീസ് മാനേജ് ചെയ്യാൻ ആവുന്നില്ല. ഡെയിലി റിവിഷൻ PYQ പ്രാക്ടീസ് അത് ആകാത്തത് ഒരു പക്ഷെ നമ്മൾ പഠിച്ചിട്ട് എത്താത്തത് കൊണ്ടായിരിക്കാം. ഒരു പക്ഷെ അത് നമുക്ക് പതിയെ ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവന്നാൽ മതി. പക്ഷെ മേക്ക് ഷുവർ ദാറ്റ് യു ആർ ഹാവിംഗ് സം കൈൻഡ് ഓഫ് കൺസിസ്റ്റൻസി ഇൻ യുവർ ലേണിംഗ്. റിവിഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുക ദാൻ PYQ ഇപ്പോൾ. കാരണം നമുക്ക് നോളജ് പവർഫുൾ ആയി കഴിഞ്ഞാൽ മാത്രമേ PYQ ആണെങ്കിലും MCQs ആണെങ്കിലും ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. Mufim has one response. Mufim from Tamil Nadu, right? I am a PG student and I have college work, lack of clarity in studies. Okay, Mufim, don't worry. Those who are preparing from out of state, like they are not much aware about this Malayalam language. Let me give you a brief about that. Those things we have discussed so far. So, if you are doing your PG and you are preparing for this net examination, the most important thing that you have to do that, make sure that you are following our revision plan at least. After you are attending our live class or after watching the recorded sessions, whatever it is, make sure that you are following our revision schedule. At least 1 hour. That will be sufficient so that you can cope up with your college preparation as well as this net examination. Just try to find out a minimum time for that at least, like 1 hour at least.
Try to do that one. Mufin, okay? Yeah, fine. Yeah, Mufin, don't worry. I'll be giving the ancient revision schedule, right? So connect with that one. Ancient. Don't worry, I'll be giving you one very important schedule. As you can see here, I have shared this one, right? This revision schedule and the task that you have to follow. I'll be giving all the further details about this one. So just to try to follow that one. That's enough. All the students. Yeah, next is സർ പേപ്പർ 1 2 ബാലൻസ് ആയിട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. ഒന്നിൽ ഫോക്കസ് ചെയ്യുമ്പോൾ മറ്റൊന്ന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ കഴിയുന്നില്ല. സോ ഇൻ ദാറ്റ് സിറ്റുവേഷൻ എല്ലാ നെറ്റ് ആസ്പിരൻസിലെയും സ്റ്റുഡൻസ് നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടാണ് പേപ്പർ 1 പേപ്പർ 2 ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നുള്ളത്. നിങ്ങൾ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് അപ്രോച്ച് എടുക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്തിന് കൺവീനിയൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒന്നാമത്തത് ഡെയിലി നിങ്ങൾ പേപ്പർ 1 പഠിക്കാനുള്ള സമയം 1 മണിക്കൂർ, പേപ്പർ 2 2 മണിക്കൂർ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത് ഓരോ നേരത്താക്കുക. ലൈക്ക് പേപ്പർ 2 രാത്രികളിലായിരിക്കും പഠിക്കുക, പേപ്പർ 1 പകലായിരിക്കും പഠിക്കുക. അങ്ങനെ തീരുമാനിക്കുക. അപ്പൊ നിങ്ങൾക്ക് കോൺഫ്ലിക്റ്റ് വരില്ല. മെത്തേഡ് 1. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം ഞാൻ ഏറ്റവും കൂടുതൽ പഠിക്കുക പേപ്പർ 2 ആയിരിക്കും. വെള്ളി ശനി ഞായർ ഈ ദിവസങ്ങളിൽ പേപ്പർ 1 ആയിരിക്കും. അപ്പൊ അങ്ങനെ ഒരു ഡിവിഷൻ കൂടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ കോൺഫ്ലിക്റ്റ് വരില്ല. ഓക്കെ, ഈ രീതിയിൽ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. ഫൈൻ. എനി അതർ ഡൗട്ട്? ഞാൻ നിങ്ങളുടെ ഡിസ്കഷൻ, ഞാൻ നിങ്ങളുടെ പ്രോബ്ലംസ് കേൾക്കാൻ വേണ്ടിയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞുതരാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ ഈ പ്രോബ്ലംസിനുള്ള സൊല്യൂഷൻ തരുമ്പോഴാണ് ഒരു രോഗി, ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു രോഗിയുടെ രോഗം മനസ്സിലാക്കിയിട്ട് മരുന്ന് കൊടുക്കുമ്പോഴാണ് ചികിത്സക്ക് ഫലം കിട്ടുകയുള്ളൂ. ഇത് തന്നെയാണ് ചെയ്യേണ്ടത്. എല്ലാവർക്കും കോമൺ ആകുന്ന രൂപത്തിലോട്ടുള്ള ക്ലാസ്സുകളോ കാര്യങ്ങളോ കൊടുക്കാൻ നമുക്ക് പറ്റില്ല. അപ്പൊ ആ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ നിങ്ങൾ പ്രിപ്പറേഷൻ വളരെ നന്നായിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഗായ്സ് അടുത്ത പ്രാവശ്യം JRFന്റെ ലിസ്റ്റിൽ നിങ്ങൾ ഉണ്ടാകും. അതിന് നിങ്ങളുടെ അടുത്ത് നിന്ന് ഇപ്പൊ എനിക്ക് വേണ്ടതാണ് ഡെഡിക്കേറ്റഡ് മൈൻഡ് മാത്രമാണ് എനിക്ക് വേണ്ടത്. നിങ്ങൾ ആ ഡെഡിക്കേറ്റഡ് മൈൻഡുമായിട്ട് കൂടെ നിൽക്കാൻ റെഡിയാണോ? ഡെഫിനറ്റ്ലി അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് JRF കിട്ടും. ഓക്കെ, അപ്പൊ അതിനു വേണ്ടിയുള്ള അറ്റംപ്റ്റ് നമ്മൾ പഠിപ്പിച്ചിരുന്നത് മാത്രമല്ല, നിങ്ങളുടെ ഒരു എഫേർട്ടും ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ രണ്ടിന്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നുണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് നമുക്ക് ഉഷാറാക്കി കൊണ്ടുപോകാം. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് ദിസ് പെർട്ടിക്കുലർ ഡിസ്കഷൻ. നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ യു ഗൈസ് ഹാവ് മൈ നമ്പർ, റൈറ്റ്? അപ്പൊ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ഞാൻ കാണുന്ന സമയത്ത് റിപ്ലൈ നിങ്ങൾക്ക് നൽകാറുണ്ട്. അപ്പോ ഇൻ കേസ് അങ്ങനെ എന്തെങ്കിലും ഡിലേ വരികയാണെങ്കിൽ ജസ്റ്റ് റിമൈൻഡ് മീ, ഐ ബി ഗിവിംഗ് ഡെഫിനറ്റ്ലി എ ഗുഡ് റിപ്ലൈ. എന്നിട്ട് കൃത്യമായിട്ട് പഠിച്ചു പോകാൻ വേണ്ടി ശ്രമിക്കാം. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സ്പെഷ്യൽ പ്രോഗ്രാംസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് വഴിയെ നിങ്ങളെ അറിയിക്കും. അപ്പൊ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ മാക്സിമം ബാക്കിയുള്ള ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാനും ശ്രമിക്കുക കേട്ടോ. ഓപ്പൺ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. സോ ഇത്രയാണ് ഇപ്പോഴത്തെ സെഷനിൽ പറയാനുള്ളത്.